الحمد لله العزيز الحكيم الكريم المعبود نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة في النار أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الناس كلوا مما في الأرض حلالا طيبا ولا تتبعوا خطوات الشيطان إنه لكم عدو مبين إنما يأمركم بالسوء والفحشاء وأن تقولوا على الله ما لا تعلمون صدق الله العلي العظيم. പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ശരിയായ സ്വഭാവത്തിൽ പാലിച്ച് സജ്ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹു വാഗ്ദാനം ചെയ്ത സ്വർഗം നേടിയെടുക്കാൻ വളരെ ശ്രദ്ധയോടെ വേണ്ടത്ര തയ്യാറെടുപ്പോടെ പരിശ്രമിക്കണമെന്ന് ആദ്യമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ ഇതുപോലെയുള്ളൊരു മാസം സഹാബാക്കളെ അഭിമുഖീകരിച്ചുകൊണ്ട് സൂചിപ്പിക്കുകയുണ്ടായി. അത് അതല്ലക്കും ഷഹ്റും മുബാറക്കും, ഒരനുഗ്രഹീതമായ മാസത്തിൻ്റെ തണലിൽ ആണ് നിങ്ങളിപ്പോൾ. തീർച്ചയായും നാമും അനുഗ്രഹീതമായ ഒരു മാസത്തെ സ്വാഗതം ചെയ്യാൻ വേണ്ടി, അഭിമുഖീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന വബല്ലിഗ്നാ ഇലാ റമളാൻ, റമളാൻ വരെ നമ്മുടെ ആയുസ് നീട്ടിത്തരണമെന്നും അങ്ങനെ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു തരാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്ന വിശുദ്ധ മാർഗത്തെ പ്രയോജനപ്പെടുത്തണം എന്നുമായിരിക്കണം. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിലുള്ള സൗകര്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ സഹോദരിമാരെ, റമളാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിന് മുമ്പ് ഇവിടെ വിശദീകരിച്ചതുപോലെ ഒരനുഗ്രഹീതമായ മാസമാണ് റമളാൻ. ആ റമളാൻ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും പുറത്തു തരാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി സംവിധാനിച്ചിരിക്കുന്ന ഒരു മാസമാണ്. നമ്മുടെ തെറ്റുകളുടെ കൂട്ടത്തിൽ
ഏറ്റവും ഭയാനകമായ, ഏറ്റവും ഭീകരമായ, ഒരുപക്ഷെ നമ്മളൊറ്റക്ക് വിചാരിച്ചാൽ മാത്രം, നമ്മളൊറ്റക്ക് ഒരുപാട് തവണ അള്ളാഹുവിനോട് കരഞ്ഞ് വിലപിച്ചാൽ മാത്രം പൊറുക്കപ്പെടാത്ത വളരെ ഗുരുതരമായ പാപമാണ് ഹറാമായ വസ്തുക്കൾ തിന്നുകയും ഹറാമായ രൂപത്തിൽ ജീവിക്കുകയും ചെയ്യുക എന്നത്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും നമുക്ക് പുറത്തു തരും. അങ്ങനെ പുറത്തു തരുന്ന പാപങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമിലൂടെ നാം സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ അവകാശങ്ങൾ കയ്യേറിയിട്ടുണ്ടെങ്കിൽ, ഇത് പുറത്തു തരാൻ കൃത്യമായ ചില നിബന്ധനകളുണ്ട് എന്ന് നമ്മെ സൂചിപ്പിക്കുകയുണ്ടായി. പലപ്പോഴും നാം വിസ്മരിക്കുന്ന, നാം കാണാൻ മടി കാണിക്കുന്ന ഒരു വിഷയമാണിത്. പക്ഷെ ഇങ്ങനെ മടി കാണിച്ചത് കൊണ്ട് കാര്യമില്ല. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പാശ്ചാത്താപം ഏറ്റുവാങ്ങാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ ലഭ്യമാകണമെന്ന് നാം അഭിലഷിക്കുന്നുവെങ്കിൽ, നമ്മുടെ ഈ അഭിലാഷം പൂർത്തീകരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം ഹലാലായ ഒരു ജീവിതമായിരിക്കണമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ കുലൂ മിനത് തയ്യിബാതി വഅമലൂ സാലിഹൻ ഇന്നി ബിമാ തഅമലൂന അലീം, പ്രവാചകന്മാരെ അഭിമുഖീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, കുലൂ മിനത് തയ്യിബാതി വഅമലൂ സാലിഹൻ, നിങ്ങൾ നല്ലത് മാത്രം തിന്നുക, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക. ഇന്നി ബിമാ തഅമലൂന അലീം, നിങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നന്നായി അറിയുന്നവനാണ് ഞാൻ. വിശുദ്ധ ഖുർആനിലെ ഈ വചനം വിശദീകരിച്ചുകൊണ്ട് കുലൂ മിനത് തയ്യിബാതി വഅമലൂ സാലിഹൻ എന്ന വിശുദ്ധമായ വചനത്തെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയുണ്ടായി. രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നു. ഒന്ന്, നിങ്ങൾ തയ്യിബാത്ത് നല്ലത് മാത്രം തിന്നുക. രണ്ടാമതായി, നിങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്നതിൻ്റെ മുമ്പ് നല്ലത് മാത്രം ഭുജിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചിരിക്കുകയാണ് എന്നും, ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നല്ലത് തിന്നാതെ, ഹലാലായ ഒരു ജീവിതം നയിക്കാതെ, ഹറാമിലൂടെ സമ്പാദിച്ച മുഴുവൻ സമ്പാദ്യത്തിൽ നിന്നും മുക്തനാകാതെ ഒരാൾ സൽക്കർമ്മം പ്രവർത്തിച്ചതുകൊണ്ട് അയാളുടെ സൽക്കർമ്മങ്ങൾ സ്വീകാര്യമാവുകയില്ല എന്നാണ് ഈ വചനത്തിന്റെ താല്പര്യമെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നു. വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളെ അഭിമുഖീകരിച്ചുകൊണ്ട് പറയുന്നു, യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയതും അതുപോലെ തന്നെ നല്ലതുമായ വസ്തുക്കളും നിങ്ങൾ തിന്നുക. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, പിശാചിന്റെ കാൽപാദങ്ങളെ നിങ്ങൾ പിന്തുടരാൻ പാടില്ല. കാരണം ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായൊരു ശത്രുവാണ്. ഹറാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹറാമായ ഒരുപാട് കാര്യങ്ങൾ. ഈ ഭൂമിയിൽ ജീവജാലങ്ങളുണ്ട്, ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന വസ്തുക്കളുണ്ട്, ഭൂമിയിൽ നിന്ന് മുളച്ചു പൊന്തുന്ന സസ്യങ്ങളുണ്ട്. ഇങ്ങനെ പ്രകൃതിയിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇത്തരം വസ്തുക്കളുടെ കൂട്ടത്തിൽ ചിലത് ഹറാമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂലും അള്ളാഹു സുബ്ഹാനഹു വ തആലയും നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. അതെന്തൊക്കെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പിന്നെ ഇവ കൂട്ടിക്കലർത്തിക്കൊണ്ട് ഉണ്ടാക്കുന്ന കൃത്രിമമായ ചില വസ്തുക്കളുണ്ട്, മദ്യം പോലെയുള്ള വസ്തുക്കൾ. അത് നിഷിദ്ധമാണ് എന്ന്
അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഇത് മാത്രമല്ല ഹറാം. ഹറാമിലെ ഏറ്റവും ഗുരുതരമായ മറ്റൊരിനം ഹറാമായ മാർഗത്തിലൂടെ നമ്മൾ സമ്പാദിക്കുന്ന വസ്തുക്കളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പ്രത്യക്ഷത്തിൽ നിരോധിച്ചിരിക്കുന്ന ഹറാമായ കാര്യങ്ങൾ, അത് പന്നിമാംസമാണെങ്കിലും മദ്യപാനമാണെങ്കിലും അതുപോലെ തന്നെ മൃതശരീരങ്ങളാണെങ്കിലും അതൊന്നും ഭക്ഷിക്കാൻ മനുഷ്യർ സാധാരണഗതിയിൽ തയ്യാറാവാറില്ല. വിശ്വാസികൾക്ക് അതിനെക്കുറിച്ചൊക്കെ വേണ്ടത്ര കരുതലുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും കരുതാൻ വിസ്മരിച്ചു പോകുന്ന വളരെ ഗുരുതരമായ മറ്റൊരു ഹറാം നല്ല വസ്തുക്കളാണ്. പക്ഷേ അത് സമ്പാദിച്ചിരിക്കുന്നത് ഹറാമായ മാർഗത്തിലൂടെയാണ്. ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിക്കപ്പെട്ട വസ്തുക്കൾ അത് തിന്നുകൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ടൊരു മനുഷ്യന്റെ പ്രാർത്ഥന പോലും സ്വീകരിക്കുകയില്ല എന്ന് കഴിഞ്ഞ ചില ഖുതുബകളിൽ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വലമ്മാ സക്കറൽ ഹരീസ അല ദുനിയ, ഈ ദുനിയാവിനോടുള്ള മനുഷ്യന്റെ ആർത്തിയെക്കുറിച്ച് വിശദീകരിച്ചതിന് ശേഷം നേരത്തെ വിശദീകരിച്ച അതേ ഹദീസിന് സമാനമായ ഒരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയുണ്ടായി. ദുനിയാവിനോടുള്ള മനുഷ്യന്റെ ആർത്തിയെക്കുറിച്ച് സൂചിപ്പിച്ചതിന് ശേഷം അള്ളാഹുവിന്റെ റസൂൽ പറയുകയുണ്ടായി, റുബ്ബ അശ്അസ അഗ്ബറ മുശർറദിൻ ഫിൽ അസ്ഫാരി മത്അമുഹു ഹറാമുൻ വമൽബസുഹു ഹറാമുൻ വഗുസിയ ബിൽ ഹറാമി യർഫഉ യദൈഹി ഫയഖൂലു യാ റബ്ബ് ഫഅന്നാ യുസ്തജാബു ലിസാലിക്. മറ്റൊരു സ്വഭാവത്തിൽ ഇതുപോലെയുള്ള ഒരു ഹദീസ് ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആകാശത്ത് കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യാ റബ്ബ് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന്റെ ഭക്ഷണവും അവന്റെ വസ്ത്രവും അവന്റെ ആഹാര പദാർത്ഥങ്ങളും അവൻ സമ്പാദിച്ചിരിക്കുന്നത് ഹലാലായ മാർഗത്തിലൂടെയല്ല എങ്കിൽ അയാളുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയില്ല. ഹറാമായ മാർഗങ്ങളെക്കുറിച്ച്, ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് എന്ന് വിശുദ്ധ ഖുർആൻ പല സ്വഭാവത്തിൽ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പല സ്വഭാവത്തിൽ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അള്ളാഹു ഖുർആനിൽ പറയുകയാണ്, വലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ, അനുവദനീയമല്ലാത്ത മാർഗത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ സമ്പാദ്യങ്ങൾ ഭുജിക്കാൻ പാടില്ല. വതുദുലു ബിഹാ ഇലൽ ഹുക്കാമി ലിതഅകുലു ഫരീഖൻ മിൻ അംവാലിൻ നാസ് ബിൽ ഇസ്മി, മറ്റുള്ളവരുടെ സമ്പത്ത് കൈവശപ്പെടുത്താൻ വേണ്ടി നല്ല ഒരു വക്കീലിനെ നിശ്ചയിച്ചുകൊണ്ട് നിങ്ങൾ കോടതിയെ സമീപിക്കാൻ പാടില്ല. ഇന്നത്തെ കാലത്ത് ആയതിന്റെ അർത്ഥം അങ്ങനെയാണ്. നിങ്ങൾക്കറിയാം അത് നിങ്ങളുടേതല്ല എന്ന്. നിങ്ങളുടേതല്ലാത്ത ഭൂമി, നിങ്ങളുടേതല്ലാത്ത കച്ചവട സ്ഥാപനങ്ങൾ, നിങ്ങളുടേതല്ലാത്ത നിങ്ങൾ മറ്റൊരാളിൽ നിന്ന് വാടക ഇനത്തിൽ സ്വരൂപിച്ച് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുക്കൾ, ഇങ്ങനെ പലതും നിങ്ങളുടേതല്ല എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ അത് നിങ്ങളുടേതാക്കി മാറ്റാനുള്ള ഒട്ടനവധി മാർഗങ്ങൾ, ഒട്ടനവധി ഒഴിവ് കഴിവുകൾ ഒരു പക്ഷേ നമ്മുടെ നാട്ടിന്റെ നിയമവ്യവസ്ഥയിലുണ്ടാകും. അല്ലെങ്കിൽ സമർത്ഥനായ ഒരു വക്കീലിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചിലത് ചെയ്യാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിക്കുകയാണ്, ഈ സ്വഭാവത്തിൽ മറ്റുള്ളവരുടെ സമ്പത്ത് അന്യായമായി കൈവശം വെക്കാൻ വേണ്ടി നിങ്ങൾ കോടതിയെ സമീപിക്കാൻ പാടില്ല. അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ തന്നെ ഒരിക്കൽ സൂചിപ്പിച്ചതായി വഅൻ ഉമ്മി സലമ റളിയല്ലാഹു അൻഹ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, പ്രവാചകൻ പറഞ്ഞതായി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസ്, ഇന്നമാ അന ബശറുൻ, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനാണ്. എനിക്ക് അദൃശ്യങ്ങൾ അറിയാൻ, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ അറിയാൻ അള്ളാഹുവിങ്കിൽ നിന്ന് വഹി ലഭിച്ചാലല്ലാതെ സാധ്യമല്ല എന്നർത്ഥം. വഇന്നകും തഖ്തസിമൂന ഇലയ്യ, നിങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകൾ ചില തർക്കവുമായി എന്നെ സമീപിക്കുകയാണ്. വലഅല്ല ബഅദകും മൻ യകൂന അൽഹന ബിഹുജ്ജതിഹി മിൻ ബഅദിൻ, അങ്ങനെ രണ്ടാൾ എന്റെ അടുത്ത് വന്നുകൊണ്ട് തർക്കത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ മറ്റൊരാളെക്കാൾ താർക്കിക ബുദ്ധിയുള്ളവനും ഏറ്റവും യുക്തി ഉപയോഗിച്ചുകൊണ്ട് തർക്കിക്കാൻ അറിയുന്നവനുമായേക്കാം. അങ്ങനെ ഫഅഖ്ലിയ ലഹു ബിനഹ്വി മാ അസ്മഉ, നിങ്ങൾ രണ്ടാൾ തർക്കിക്കുമ്പോൾ ഇതെന്റെ അവകാശമാണ്, ഇതെന്റെ സ്വത്താണ്, ഇത് ഞാൻ ഇന്ന സ്വഭാവത്തിൽ നേടിയെടുത്തതാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്നയാളുടെ പക്കൽ നിന്ന് കടം വാങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ഇന്നയാൾ എന്റെ പക്കൽ നിന്ന് ഇത്ര പൈസ കടം വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ സമീപിക്കുകയും എന്നിട്ട് തർക്കത്തിലേർപ്പെടുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകൾ അതീവ ബുദ്ധിമാന്മാരും താർക്കികമായ രംഗത്ത് ഏറ്റവും കഴിവുള്ളവനുമായേക്കാം. അത്തരം സന്ദർഭത്തിൽ
ഞാൻ കേൾക്കുന്നത് എങ്ങനെയാണോ ഞാൻ കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വിധി കൽപ്പിക്കുക. ഫമൻ ഖളൈതു ലഹു ബിഹഖി അഖീഹി, അങ്ങനെ മറ്റൊരാളുടെ അവകാശം ഈ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരാൾക്ക് പതിച്ചു കൊടുക്കുകയാണ് എങ്കിൽ ഫഇന്നമാ അഖ്തഉ ലഹു ഖിത്അതൻ മിനൻ നാർ, അറിഞ്ഞുകൊള്ളുക റസൂൽ പതിച്ചു നൽകിയതാണ് എന്ന ന്യായം പറഞ്ഞിട്ട് നിങ്ങളാരും സമാധാനിക്കണ്ട. കാരണം ഞാൻ പതിച്ചു കൊടുക്കുന്നത് നരകത്തിന്റെ ഒരു കഷ്ണമാണ് എന്നവർ അറിയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസാണിത്. സഹോദരന്മാരെ, ഈ സ്വഭാവത്തിൽ അന്യായമായി സ്വത്ത് കവർന്നെടുക്കാൻ വേണ്ടി, മറ്റുള്ളവരുടെ അവകാശങ്ങൾ തട്ടിയെടുക്കാൻ വേണ്ടി കോടതിയെ സമീപിച്ചിട്ട് ഇത് ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റ് ആണ്, ഇത് സുപ്രീം കോടതിയുടെ വിധിയാണ് എന്ന് വാദിച്ച് നടന്നതുകൊണ്ട് കാര്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്, ഞാനാണ് വിധി തീർപ്പ് കൽപ്പിക്കുന്നതെങ്കിൽ പോലും ഞാൻ കേൾവിയുടെ അടിസ്ഥാനത്തിൽ തർക്കത്തിൽ ആരുടെ ഭാഗത്താണ് ശരിയെന്ന് നോക്കിക്കൊണ്ട് വിധി കൽപ്പിക്കും. അങ്ങനെ ആരെങ്കിലും അന്യായമായി എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ റസൂലാണ് എനിക്കത് നൽകിയത് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനെ നാളെ സമീപിക്കാമെന്ന് നിങ്ങൾ ധരിക്കണ്ട. മറിച്ച് ഫഇന്നമാ അഖ്ലി ലഹു, ഞാൻ ഫഇന്നമാ അഖ്തഉ ലഹു ഖിത്അതൻ മിനൻ നാർ, നരകത്തിന്റെ ഒരു കഷ്ണമാണ് ഞാൻ അവന് കൊടുക്കുന്നത്. ഇതാണ് ഹറാമായ സ്വത്ത് നമ്മുടെ പക്കൽ വന്നു ചേരുന്ന വളരെ ഗുരുതരമായ ഒരു മാർഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മറ്റൊരിക്കൽ പറയുകയുണ്ടായി, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വദറൂ മാ ബഖിയ മിനൽ റിബ. പലിശ, ഹറാമായ സ്വത്ത് നമ്മുടെ കൂട്ടത്തിൽ എങ്ങനെ വന്നു ചേരുന്നു എന്നതിന്റെ മറ്റൊരു ഉദാഹരണമായി വിശുദ്ധ ഖുർആൻ പലിശയെ കുറിച്ച് സൂചിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും പലിശ ഇനത്തിൽ വല്ലതും ലഭിക്കാനുണ്ട് എങ്കിൽ വദറൂ മാ ബഖിയ മിനൽ റിബ, അത് നിങ്ങൾ ഒഴിവാക്കിക്കൊള്ളുക, അത് നിങ്ങൾ വാങ്ങാൻ പാടില്ല. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണ് എങ്കിൽ. ഫഇല്ലം തഫ്അലൂ ഫഅ്സനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലി, നിങ്ങൾ ആരെങ്കിലും ഇത് കേൾക്കാൻ വിസമ്മതിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിങ്കിൽ നിന്നും റസൂലിൽ നിന്നുമുള്ള യുദ്ധമിതാ, യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്ത ഇതാ നിങ്ങൾക്ക് ഞങ്ങൾ അറിയിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ പലിശയെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയാണ്. മനുഷ്യരുടെ പക്കൽ ഹറാമായ ധനം വന്നു ചേരാനിടയുള്ള ഇന്നത്തേതുപോലെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ സ്വത്തിന്റെ കൂട്ടത്തിൽ ഹറാമായ ധനം വന്നു ചേരാനുള്ള മറ്റൊരു ഉപാധി ഇതാണ്. അള്ളാഹുവിന്റെ റസൂൽ തന്നെ മറ്റൊരു കാര്യത്തെക്കുറിച്ച് കൂടി ഹറാമായ ധനം നമ്മുടെ സ്വത്തിൽ എങ്ങനെ വന്നു ചേരുമെന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണ്, ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമ ദുൽമൻ ഇന്നമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറൻ വസയസ്ലൗന സഈറ. യതീമുകളുടെ സ്വത്ത് ചിലപ്പോൾ ഹറാമായ ധനം എന്ന അർത്ഥത്തിൽ നമ്മുടെ സമ്പത്തിൽ വന്നു ചേരും. അന്നത്തെ കാലത്ത് യതീമുകളുടെ സ്വത്ത് എന്ന് പറഞ്ഞാൽ അത് കൈകാര്യം ചെയ്യുന്നത് വലിയൊരു പ്രശ്നമായിരുന്നു എന്ന് മാത്രമല്ല, യതീമുകളുടെ സ്വത്തും നിങ്ങളുടെ സ്വത്തും നിങ്ങൾ കൂട്ടിക്കലർത്താൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ സഹാബാക്കൾ ഭയചകിതരായി പോയി. എങ്ങനെയാണ് ഞങ്ങൾക്ക് എത്രത്തോളം സൂക്ഷ്മത പാലിക്കാൻ സാധിക്കുമെന്ന് ആലോചിച്ച് അവർ ഭയചകിതരാവുകയും അള്ളാഹുവിന്റെ റസൂലിനെ സമീപിച്ചുകൊണ്ട്, റസൂലെ ചിലപ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചേർന്നു പോകാൻ സാധ്യതയുണ്ട് എന്ന് പറയുകയും ചെയ്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാധ്യമാകുന്നത്ര കരുതിയിരിക്കാനാണ് പറഞ്ഞത്. യതീമിന്റെ സ്വത്തും നമ്മുടെ സ്വത്തിന്റെ കൂടെ പലപ്പോഴും ചേരാൻ സാധ്യതയുണ്ട്. മൈനർമാരായ കുട്ടികൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രക്ഷിതാക്കന്മാർ മരണപ്പെടുമ്പോൾ അവരുടെ കൈവശമുള്ള ധനം, കഴിഞ്ഞ ഖുതുബയിൽ ഇവിടെ ഒരു സംഭവം വിശദീകരിക്കുകയുണ്ടായി. ഗുഹയിലകപ്പെട്ട 3 ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ ഒരാൾ അയാളുടെ ഗുഹാമുഖത്ത് മൂടിയ കല്ല് നീങ്ങാനുള്ള കാരണമായി പറഞ്ഞത് അയാളുടെ പക്കൽ ഒരാൾ പണിയെടുക്കുകയും എന്നിട്ട് ജോലി ചെയ്ത് തിരിച്ചു പോകുമ്പോൾ കൂലി വാങ്ങാതെ അയാൾ തിരിച്ചു പോവുകയും ചെയ്തു. പക്ഷേ അയാളുടെ കൂലി ഉപയോഗിച്ചുകൊണ്ട് അയാൾ കച്ചവടം ചെയ്തു. കച്ചവടത്തിലൂടെ അയാൾ ആ സമ്പത്ത് വികസിപ്പിച്ചെടുത്തു. വർഷങ്ങൾക്ക് ശേഷം ആ മനുഷ്യൻ തിരിച്ചു വന്നപ്പോൾ ആ മനുഷ്യനെ ആ സമ്പത്ത് മുഴുവൻ അയാൾ കൊടുത്തു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നാം കേട്ട് മനസ്സിലാക്കിയ ഹദീസിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനാഥകളുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണിത്. അനാഥരുടെ സ്വത്ത്, അതിന് നമ്മൾ എന്ത് ചെയ്യും? അതിന് വില കണക്കാക്കിയിട്ടുണ്ടാകും. ലക്ഷങ്ങൾ രൂപ വരുന്ന അനാഥരുടെ സ്വത്ത് നമ്മുടെ കൈവശം വന്നാൽ, നമ്മുടെ ഒരാളുടെ കയ്യിൽ 10 ലക്ഷം കൈവശം വന്നാൽ ആ 10 ലക്ഷം രൂപ നമ്മൾ എന്ത് ചെയ്യും? അത് വളർത്താനുള്ള ശ്രമം നമ്മൾ നടത്തും. 15 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 12 വർഷത്തിന് ശേഷം മൈനറായ ഒരു അനാഥൻ പ്രായപൂർത്തിയാകുമ്പോൾ അവന് സ്വത്ത് തിരിച്ചേൽപ്പിക്കുമ്പോൾ ആ വളർത്തിയ സ്വത്താണ് നാം തിരിച്ചേൽപ്പിക്കേണ്ടത്.
ഇന്നലെ നിന്റെ പിതാവ് മരിക്കുമ്പോൾ ബാങ്കിൽ 15 ലക്ഷം രൂപയുണ്ടായിരുന്നു. ആ 15 ലക്ഷം രൂപ ഇതാ ഞാൻ ഇന്ന് നിനക്ക് ഏൽപ്പിക്കുകയാണ് എന്ന് നാട്ടുകാരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഏൽപ്പിച്ചാൽ മതിയോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ചില ആളുകൾ കരുതും അത് 15 ലക്ഷമല്ലേ, അതുപയോഗിച്ചുകൊണ്ട് നമ്മൾ കച്ചവടം ചെയ്തിട്ടുണ്ടാകും, അതുപയോഗിച്ചുകൊണ്ട് നമ്മൾ ഭൂമി വാങ്ങിയിട്ടുണ്ടാകും. ഭൂമിയുടെ വില ഇന്ന് നമ്മുടെ നാട്ടില് ഇവിടെ ഒരിക്കൽ സൂചിപ്പിച്ചതുപോലെ ഭൂമാഫിയകളുടെ ഫലമായി ഇങ്ങനെ വളർന്ന് വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഒരുപാട് പണമുണ്ടാക്കിയിട്ടുണ്ടാകും. എന്നിട്ട് അനാഥന്റെ സ്വത്ത് ഞാൻ 15 വർഷം മുമ്പ് എന്റെ കൈവശമുണ്ടായിരുന്നത് ഇത്ര പൈസയാണ് എന്ന് പറഞ്ഞ് തിരിച്ചേൽപ്പിക്കുകയാണ് എങ്കിൽ ഇതൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കാൻ പറഞ്ഞ, അനാഥകളുടെ സ്വത്ത് കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കാൻ പറഞ്ഞ സൂക്ഷ്മതയ്ക്ക് വിരുദ്ധമായ ഏർപ്പാടുകൾ. ഇങ്ങനെ ഒരാളുടെ കൈവശം സമ്പാദ്യമുണ്ട് എങ്കിൽ അത് ഹറാമാണ്. ഹറാമുമായി ബന്ധപ്പെട്ട് പിന്നെയും വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് തവണ വിശദീകരിച്ചതുപോലെ കരിഞ്ചന്തയിലൂടെ, പൂഴ്ത്തിവെപ്പിലൂടെ, അല്ലെങ്കിൽ കവർച്ചയിലൂടെ, ചതിപ്രയോഗത്തിലൂടെ മറ്റുള്ളവരെ കബളിപ്പിച്ചുകൊണ്ട് സമ്പാദിച്ച സമ്പാദ്യങ്ങൾ, ഇങ്ങനെ നമ്മുടെ സമ്പാദ്യത്തിൽ ഹറാമ് കൂടിക്കലർന്നിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. ഇങ്ങനെ ഹറാമ് കൂടിക്കലർന്ന സമ്പാദ്യവുമായിട്ടാണോ നാളെ ഷഹ്റു റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് വിശദീകരിച്ചിരിക്കുന്ന ഒരു മാസം അല്ലാഹുവിനോട് യാ റബ്ബ് യാ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് നാം കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നതെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചതുപോലെ ഫഅന്നാ യുസ്തജാബു ലഹു, അവന്റെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെയാണ് ഉത്തരം ലഭിക്കുക? അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുക എന്നത് വളരെ കൃത്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, കുല്ലു ലഹ്മിൻ നബത മിൻ ഹറാമിൻ ഫന്നാറു ഔലാ ബിഹി. ഹറാമിലൂടെ, ഹറാമായ ഭക്ഷണം കഴിച്ചുണ്ടാക്കിയ ശരീരമുണ്ടല്ലോ, ആ ശരീരം ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നരകത്തോടാണ്. ഹറാമായ ഭക്ഷണത്തിലൂടെ, തെറ്റായ മാർഗത്തിലൂടെ, തെറ്റായ വഴിയിലൂടെ, ചതിപ്രയോഗങ്ങളിലൂടെ സമ്പാദിച്ചിട്ട് ആരെങ്കിലും അതുമായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അവന്റെ ശരീരം ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നരകത്തോടാണ് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സൂചിപ്പിക്കുന്നത്. ചിലർ കരുതുന്നുണ്ടാകും എന്റെ പക്കൽ ഹറാമായ ധനമുണ്ട്, എന്ത് ചെയ്യണം? ഇതൊന്നും യതീമുകളുടെ ധനമാണ് എങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ നമ്മുടെ മനസ്സനുവദിക്കുന്നില്ല. പലിശയിലൂടെ സമ്പാദിച്ചതാണ് എങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ നമ്മുടെ മനസ്സ് നമ്മെ അനുവദിക്കുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ജഡ്ജ്മെന്റിലൂടെ നേടിയെടുത്ത ഹറാമായ ധനമാണ് എങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ നമ്മുടെ അഹംബോധം നമ്മളെ സമ്മതിക്കുന്നില്ല. അപ്പൊ നമ്മൾ കരുതുകയാണ് ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇതൊന്നും തിരിച്ചു കൊടുക്കണ്ട, പകരം റമദാൻ മാസം കുറെ അങ്ങ് സദഖ അങ്ങ് കൊടുത്തേക്കാം, കുറെ അങ്ങ് സകാത്തിനത്തിൽ അങ്ങ് നീക്കി വെക്കാം. പള്ളി കമ്മിറ്റിക്കും മദ്രസ കമ്മിറ്റിക്കും കോളേജ് കമ്മിറ്റിക്കും ഒക്കെ കുറെ അങ്ങ് സംഭാവന അങ്ങ് ചെയ്തു കൊടുത്തിട്ട് നന്നായി കളയാമെന്ന് കരുതുന്നവരുണ്ട്. അവരുടെ ശ്രദ്ധയിലേക്കായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മഹാനായ അബൂ ദാവൂദ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിരിക്കുന്ന ഒരു ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ സൂചിപ്പിക്കുകയാണ്, മൻ അസാബ മാലം മിൻ മഅ്സമിൻ, തെറ്റായ മാർഗത്തിലൂടെ ഒരാൾ ധനമുണ്ടാക്കുകയും ഫവസ്സല ബിഹി റഹിമൻ, എന്നിട്ട് വിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല കാര്യമെന്ന് വിശദീകരിച്ച സിലത്തുർ റഹ്മിന് വേണ്ടി, കുടുംബ ബന്ധം ചേർക്കാൻ വേണ്ടി അയാൾ ആ സമ്പത്ത് ഉപയോഗിക്കുകയാണ് എങ്കിൽ, ഔ തസദ്ദഖ ബിഹി, അല്ലെങ്കിൽ ആ സമ്പത്ത് അയാൾ സദഖ കൊടുക്കുകയാണ് എങ്കിൽ, ഔ അൻഫഖഹു ഫീ സബീലില്ലാ, അതല്ല അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധത്തിനോ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്കോ അതുപോലെയുള്ള അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിനോ അയാൾ ആ സമ്പത്ത് ചെലവഴിക്കുകയാണെങ്കിലും ജമഅ അല്ലാഹു സാലിക ജമീഅൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അന്ത്യദിനത്തിൽ ആ ധനം ഒന്നടങ്കം ഒരുമിച്ച് കൂട്ടും. സുമ്മ ഖദഫഹു ഫിന്നാർ, എന്നിട്ട് അവനെ നരകാഗ്നിയിലേക്ക് വലിച്ചെറിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ഇതാണ് ഹറാമായ മാർഗത്തിലൂടെ മനുഷ്യൻ സമ്പാദിച്ചാൽ ആ സമ്പാദ്യത്തെ മറ്റെന്ത് കാര്യങ്ങളും നമ്മൾ നമസ്കരിച്ചിട്ടില്ല എങ്കിൽ, നോമ്പ് നോച്ചിട്ടില്ല എങ്കിൽ, അള്ളാഹുവിനോട് ഇതുപോലെയുള്ള എന്തെങ്കിലും നിയമലംഘനം നടത്തിയിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിനെ പശ്ചാത്താപ മനോഭാവത്തോടുകൂടി സമീപിച്ചാൽ പുറത്തു തരും. പക്ഷേ അന്യായമായിട്ട് സമ്പത്ത് നമ്മൾ കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അവകാശിക്കത് വിട്ടുകൊടുക്കാത്ത കാലത്തോളം യാ റബ്ബ് യാ റബ്ബ് എന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കാൻ പോകുന്നില്ല എന്നാണ് ഈ ഹദീസുകൾ ഇന്ന് മനസ്സിലാക്കാൻ
മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റമദാനിന്റെ ഒരാമുഖം എന്ന അർത്ഥത്തിൽ റമദാനിനെ സ്വീകരിക്കാനും റമദാനിനെ അഭിമുഖീകരിക്കാനും പോകുന്ന സത്യവിശ്വാസികൾ എന്ന അർത്ഥത്തിൽ നമ്മുടെ ജീവിതം രക്ഷപ്പെടാനുള്ള ഒരു മാർഗം എന്ന അർത്ഥത്തിലാണ് നമ്മുടെ സമ്പത്തിൽ അന്യായമായ ഹറാമായ മാർഗത്തിലൂടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാനും ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കാനും നമുക്ക് സാധിക്കണമെന്ന് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഹറാമായ ധനം നമ്മുടെ സമ്പത്തിന്റെ കൂടെ ചേരാൻ പാടില്ല എന്നാണ് ഇത്രയും പറഞ്ഞതിന്റെ അർത്ഥം. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ അവർ ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മനസ്സിലാക്കിയിരുന്നു, നിഷിദ്ധമാണ് എന്ന് തോന്നുന്ന മുഴുവൻ കാര്യങ്ങളും വർജിക്കുക എന്നത് അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമീപനമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസ്, ഖൈറു ദീനികും അൽ വറഉ, നിങ്ങളുടെ കൂട്ടത്തിൽ ദീനിലെ ഏറ്റവും ഉത്കൃഷ്ടമായ കാര്യമാണ് നിഷിദ്ധമായതിൽ നിന്ന് അകന്നു നിൽക്കുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ വിശദീകരിക്കുകയുണ്ടായി. എന്താണ് നിഷിദ്ധമായതിൽ നിന്ന് അകന്നു നിൽക്കുക? പ്രത്യേകിച്ച് ഹറാമായ എന്തെങ്കിലും തിന്നുപോകുമോ കുടിച്ചു പോകുമോ എന്ന ഭയം കാരണം നിഷിദ്ധമായതിൽ നിന്ന് അകന്നു നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിന്റെ ഉദാഹരണം പ്രവാചകന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സകാത്ത് മുതലായി വന്ന കാരക്ക കൂമ്പാരത്തിൽ നിന്നും ഒരു കാരക്ക എടുത്തുകൊണ്ട് പ്രവാചകന്റെ പൗത്രനായ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ഭക്ഷിക്കുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നമുക്കറിയാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികളോട് അങ്ങേയറ്റം കാരുണ്യം വെച്ച് പുലർത്തിയവരായിരുന്നു, അങ്ങേയറ്റം സ്നേഹമുള്ള ഒരാളായിരുന്നു. റസൂൽ നമസ്കരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചുമലിൽ സുജൂദിനാകുമ്പോൾ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവും ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവും ഒക്കെ വന്ന് കയറി കളിക്കാറുണ്ടായിരുന്നു എന്നും, അപ്പോൾ റസൂൽ നമസ്കാരത്തിൽ നിന്ന് എഴുന്നേൽക്കാതെ അവർ കളിക്കാൻ അല്പം കൂടി സുജൂദിൽ തന്നെ നിൽക്കാറുണ്ടായിരുന്നു എന്നുമൊക്കെ ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ഒരു കാരക്കയുടെ കഷ്ണം എടുത്തപ്പോഴേക്കും അത് ചവച്ച് തുപ്പുക എന്ന് പറഞ്ഞിട്ട് ആ പിഞ്ചു കുഞ്ഞിന്റെ വായിൽ നിന്നത് കൈകൊണ്ട് തോണ്ടി പുറത്തെടുത്തു എന്നാണ് നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതാണ് സൂക്ഷ്മതയുടെ ഒരു ഉദാഹരണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, കാന സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ഊതിയ ബിശൈഇൻ ഇസ്തബഹ അലൈഹി അന്നഹു സദഖത്തുൻ ഔ ഹദിയത്തുൻ സഅല അൻഹു ഹത്താ യഅലമ അയ്യുഹുമാ ഹുവ. റസൂലിന്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു വസ്തു, തിന്നാനുള്ള എന്തെങ്കിലും വസ്തു ഹാജരാക്കപ്പെട്ടാൽ റസൂൽ ചോദിക്കും, ഇത് സദഖയിലൂടെ ലഭിച്ചതാണോ, ഇത് ഹദിയയിലൂടെ ലഭിച്ചതാണോ? സദഖ എന്ന് പറഞ്ഞാൽ ദാനധർമ്മം, ഹദിയ എന്ന് പറഞ്ഞാൽ സമ്മാനം. റസൂൽ സമ്മാനം സ്വീകരിച്ചിരുന്നു, പക്ഷേ സദഖ റസൂലിന് അനുവദനീയമായിരുന്നില്ല, റസൂലിന്റെ കുടുംബാംഗങ്ങൾക്കും അനുവദനീയമായിരുന്നില്ല. അത് സദഖയിലൂടെയാണോ ഹദിയായിട്ട് ലഭിച്ചതാണോ എന്ന് ചോദിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ തിന്നാറുണ്ടായിരുന്നുള്ളൂ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കലേ അദ്ദേഹത്തിന് പാല് കുടിക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹം തന്റെ സുഹൃത്ത് അദ്ദേഹത്തിന് പാല് കൊടുത്തു. അങ്ങനെ സ്വാഭാവികമായും ആ പാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുടിച്ചു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് ആ സുഹൃത്തിനോട്, നിനക്കെവിടെ നിന്നാണ് ഈ പാൽ ലഭിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പ്രശ്നം നോക്കി എന്നൊരു പണി എനിക്കുണ്ടായിരുന്നു. അങ്ങനെ പ്രശ്നം നോക്കിയപ്പോൾ ചിലർ എനിക്ക് സംഭാവനയായി പാരിതോഷികമായി നൽകിയതാണ് ആ പാൽ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ തൊണ്ടയിലേക്ക് കൈവിരലിട്ടുകൊണ്ട് ആ പാൽ മുഴുവനും തന്നെ ഛർദ്ദിച്ചു കളയുകയും എന്നിട്ട് അല്ലാഹുമ്മ ഇന്നി അൽതജിറു ഇലൈക മിമ്മാ ഹമലത്തിൽ ഉറൂഖ് വഹാലത്തൽ അംആ, അല്ലാഹുവേ ഞാനത് ഛർദ്ദിച്ചു കളഞ്ഞിട്ടുണ്ട്, പക്ഷേ എങ്കിലും ആ പാലിന്റെ അംശങ്ങൾ ഒരുപക്ഷെ എന്റെ നരമ്പിലുണ്ടാകാം, എന്റെ ആമാശയ ഭിത്തികളിൽ പറ്റിപ്പുരണ്ടിട്ടുണ്ടാകാം, അതിൽ നിന്ന് ഞാനിതാ നിന്നോട് അഭയം തേടുന്നു എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നും ഈ വാർത്ത അറിയിക്കപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹലാലല്ലാത്ത ഒരു കാര്യവും ഉപയോഗിക്കാൻ
ഉപയോഗിക്കാറില്ല എന്ന് നിങ്ങൾക്കറിയുമായിരുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആളുകളെ ചോദ്യം ചെയ്തു എന്നും ചില ചരിത്രഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഇതുപോലെയുള്ള സൂക്ഷ്മതയുടെ അങ്ങേ തലയിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാമിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകാനുചരന്മാരും ഹറാമായ അന്യായമായ ഒരു കാര്യം ഭക്ഷിച്ചു പോകുന്നതിനെ സൂക്ഷിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അവർക്കറിയാമായിരുന്നു തെറ്റായ മാർഗത്തിലൂടെ എന്തെങ്കിലും ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പരലോക പ്രവേശനത്തെ തടയാൻ സാധ്യതയുണ്ട് എന്ന് അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു. അതേ അവസരം പിശാചാകട്ടെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ ഇന്നമാ യഅ്മുറുകും ബിസ്സൂഇ വൽ ഫഹ്ശാഇ, പിശാചി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഹലാലായതും തയ്യിബായതും അനുവദനീയമായതും ശുദ്ധമായതും മാത്രമേ തിന്നാവൂ എന്ന് പഠിപ്പിക്കുമ്പോൾ പിശാചി നമ്മെ ദുർബോധനം ചെയ്യുന്നത് തെറ്റ് ചെയ്യാനാണ്, മ്ലേച്ഛകൃത്യങ്ങൾ ചെയ്യാനാണ്, അള്ളാഹുവിന്റെ പേരിൽ അറിയാത്ത കാര്യങ്ങൾ കെട്ടിച്ചമക്കാനൊക്കെയാണ് പിശാചി കൽപ്പിക്കുന്നത്. പൈശാചികമായ ഈ പ്രലോഭനങ്ങളെ അതിജയിച്ച് ജീവിക്കുക എന്നതാണ് വറഅ്, നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുക എന്നതിന്റെ ഉദ്ദേശമെന്ന് ചില മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. മഹാനായ ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ സൂചിപ്പിക്കുകയുണ്ടായി, ഇന്നകും ലതഗ്ഫുലൂന അൻ അഫ്ളലിൽ ഇബാദതി ഹുവൽ വറഉ, നിങ്ങൾ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്തിനെ കുറിച്ച് അശ്രദ്ധയുള്ളവരാണ്. എന്താണ് ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഇബാദത്ത് എന്ന് പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ നൽകിയ മറുപടി അൽ വറഅ, നിഷിദ്ധമായ കാര്യങ്ങൾ അത് നമ്മോടൊപ്പം ചേരാതിരിക്കാൻ വേണ്ടി പാലിക്കുന്ന അതീവമായ ജാഗ്രത, വളരെ കൃത്യമായ ശ്രദ്ധ, ഇതാണ് ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ലൗ സല്ലൈതും ഹത്താ തകൂനു കൽ ഹനായ വസുംതും ഹത്താ തകൂനു കൽ ഔതാർ, നിങ്ങൾ നിങ്ങളുടെ നട്ടെല്ല് വളയുന്നത് വരെ നമസ്കരിച്ചാലും നിങ്ങൾ എല്ലും തോലുമായി മാറുന്നത് വരെ, നിങ്ങളുടെ ശരീരം ശോഷിച്ച് എല്ലും തോലുമാകുന്നത് വരെ നിങ്ങൾ നോമ്പ് നോറ്റാലും ലം യുഖ്ബൽ സാലിക മിൻകും ഇല്ലാ ബിവറഇൻ ഹജിസ്, നിങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല. നിങ്ങൾ ഹറാമായ ഒരു കാര്യം, നിഷിദ്ധമായ ഒരു കാര്യം ചേരുന്നതിന് നിങ്ങളുടെ ധനത്തോടെ, നിങ്ങളുടെ ശരീരത്തോടെ, നിങ്ങളുടെ ജീവിതത്തോടെ, നിങ്ങളുടെ ഇടപാടിനോട് ചേരുന്നതിനെ അതീവ സൂക്ഷ്മതയോടുകൂടി കരുതിയിരുന്നാലല്ലാതെ നിങ്ങളുടെ സദഖയും നിങ്ങളുടെ സൗമും നിങ്ങളുടെ സലാത്തും സ്വീകരിക്കപ്പെടാൻ പോകുന്നില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ സൂചിപ്പിക്കുകയുണ്ടായി. മഹാന്മാരായ ഇസ്ലാമിക സമൂഹത്തിലുള്ള ഒരുപാട് പണ്ഡിതന്മാർ ഇതുപോലെയുള്ള വറഇന്റെ അങ്ങേ തലയിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ വീക്ഷിച്ചവരായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്, ദഅ്മാ യുരീബുക ഇലാ മാ ലാ യുരീബുക, നിങ്ങൾക്ക് സംശയമുള്ള വസ്തുക്കൾ നിങ്ങൾ ഉപേക്ഷിക്കുക. നിങ്ങൾക്കൊരു കാര്യം ഹറാമാണോ ഹലാലാണോ എന്ന് സംശയമുണ്ടായി കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കുക എന്നതാണ് ഇസ്ലാമിന്റെ താല്പര്യം. കാരണം സംശയം ചിലപ്പോൾ നിങ്ങളെ ഹറാമിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, സംശയമുള്ള ഒരു വസ്തു എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാല്, ഒരാള് വിലക്കപ്പെട്ട ഒരു സ്ഥലത്തിന്റെ ചുറ്റും തന്റെ ആടിനെ മേയ്ക്കുന്നത് പോലെയാണ്. ആട് ചിലപ്പോൾ ആ സ്ഥലത്തിന്റെ അതിർത്തി ലംഘിച്ചുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് പുല്ല് തിന്നാൻ സാധ്യതയുണ്ട്. യൂഷികു അൻ യഖഉ ഫീഹി എന്ന് പറഞ്ഞാൽ ആട് ചിലപ്പോൾ സംശയമുള്ള അല്ലെങ്കിൽ വിലക്കപ്പെട്ട സ്ഥലത്തിന്റെ പരിധി ലംഘിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സംശയമുള്ള വസ്തുക്കൾ ദഅ്മാ യുരീബുക ഇലാ മാ ലാ യുരീബുക, സംശയമുള്ള വസ്തുക്കൾ ഭക്ഷിക്കുക എന്നത് സംശയമുള്ള വസ്തുക്കൾ ഉപേക്ഷിക്കുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിന്റെ വളരെ വലിയ ഒരടിസ്ഥാനമായി സൂചിപ്പിക്കുകയുണ്ടായി. വറവുമായി ബന്ധപ്പെട്ട് നിഷിദ്ധമായ ഒരു വസ്തു നമ്മുടെ ജീവിതത്തിൽ ചേരാതിരിക്കാനുള്ള ഒരു സൂക്ഷ്മതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിരിക്കുന്ന ഏറ്റവും നല്ല ഒരു ഹദീസാണ് ദഅ്മാ യുരീബുക ഇലാ മാ ലാ യുരീബുക എന്ന ഹദീസ്. സഹോദരന്മാരെ, ഈ ഹദീസുകളുടെയൊക്കെ വെളിച്ചത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുക. സംശയമുള്ള വസ്തുക്കൾ ഏതൊക്കെ അളവിൽ നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്? നമ്മുടെ ധനത്തിൽ, നമ്മുടെ സമ്പാദ്യത്തിൽ, നമ്മൾ ഇന്നുവരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഒരുപാട് നേട്ടങ്ങളിൽ
അന്യായമായ നിഷിദ്ധമായ വസ്തു, സംശയമുള്ള വസ്തു എന്ന അർത്ഥത്തിൽ ചേർന്നിട്ടുണ്ട് എങ്കിൽ അതിനെ അതീവ ജാഗ്രതയോടുകൂടി കരുതിയിരിക്കണമെന്നാണ് ഈ മഹാന്മാർ അവരുടെ ജീവിതത്തിലൂടെ സൂചിപ്പിക്കുന്നത്. പക്ഷേ ചില മഹാന്മാർ ഇതിനേക്കാൾ അപ്പുറം പോയിട്ട്, ഉദാഹരണത്തിന് മഹാനായ ദുന്നൂനുൽ മിസ്രി എന്ന് പറയുന്ന പ്രസിദ്ധനായ സൂഫി വര്യൻ, അദ്ദേഹം ജയിലിൽ കിടന്നപ്പോൾ അദ്ദേഹത്തിന് ഹലാലായ ഒരു ഭക്ഷണം അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് കൊണ്ടുപോയി കൊടുത്തപ്പോൾ അദ്ദേഹം അത് ഭക്ഷിച്ചില്ല. കാരണം പറഞ്ഞത്, അക്രമിയായ ഒരു ഭരണാധികാരിയുടെ പാത്രത്തിലാണ് ആ ഭക്ഷണം, അതുകൊണ്ട് ഞാൻ ഭക്ഷിക്കുന്നില്ല എന്നാണ്. ഇത് അതിന്റെ അങ്ങേ തലയാണ്. ഇതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യമല്ല. പക്ഷെ ഒരു മഹാപണ്ഡിതന്, ഒരു മഹാപരിത്യാഗിക്ക്, ഒരു ഇതുപോലെയുള്ള വ്യക്തിത്വങ്ങൾക്ക് അങ്ങനെയുള്ള സമീപനം സ്വീകരിക്കാൻ പറ്റും. പക്ഷേ അതിന്റെ ഇങ്ങേ തലയാണ് ഹറാമായ ഒരു വസ്തുവും നമ്മുടെ സമ്പത്തിന്റെ കൂടെ ചേരാതിരിക്കാൻ വേണ്ടി സൂക്ഷ്മത പാലിക്കുക എന്നത്. ഇങ്ങനെ സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന ഒരു ആത്മപരിശോധന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വളരെ പ്രസക്തമാണ്. ഇത്തരം ഒരു ആത്മപരിശോധനയുടെ അടിസ്ഥാനത്തിലായിരിക്കണം നാം നാളെ വിശുദ്ധമായ റമദാനിനെ സ്വീകരിക്കാൻ പോകുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കൾ ഒരിക്കൽ ഒരു മനുഷ്യനെ കുറിച്ച്, അദ്ദേഹം യുദ്ധത്തിൽ മരിച്ചപ്പോൾ, ഷഹീദായപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഹുവ ഫിന്നാർ, അയാൾ നരകത്തിലാണ്. സഹാബാക്കൾ അയാളെ പോയി കണ്ടു. അപ്പോൾ സഹാബാക്കൾക്ക് മനസ്സിലായി അയാൾ ചതിപ്രയോഗത്തിലൂടെ ഒരു തലപ്പാവ് സമ്പാദിച്ചിരുന്നു. ഹദീസുകൾ പറയുകയാണ്, ഫസഹബു യൻദുറൂന ഇലൈഹി ഫവജദു അബാഅതൻ ഖദ് ഗല്ലഹ, ചതിയിലൂടെ അല്ലെങ്കിൽ വഞ്ചനയിലൂടെ ഒരു തലപ്പാവ് സമ്പാദിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ യുദ്ധത്തിൽ രക്തസാക്ഷിയായ ഒരു മനുഷ്യൻ നരകത്തിലാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ സഹോദരന്മാരെ, നാം ആരെങ്കിലും നമ്മുടെ സമ്പത്തിന്റെ കൂടെ അന്യായമായ പൈസ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ടോ എന്ന് നാം ആലോചിച്ചേ മതിയാകൂ. ഇങ്ങനെ ആലോചിക്കാതെ, ഇങ്ങനെ ചിന്തിക്കാതെ റമദാനിനെ സമീപിച്ച് റമദാനിന്റെ പശ്ചാത്താപത്തിനുള്ള ഈ അവസരം നമുക്ക് നഷ്ടപ്പെടരുത് എന്ന വളരെ കൃത്യമായ ഒരു ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം ഇന്ന് നിങ്ങൾ ഉണർത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമായ വസ്തുക്കളിൽ നിന്ന് പൂർണ്ണമായ മുക്തി നേടി ജീവിതം നയിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ.